ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. സോ ഗൈസ്, നമ്മൾ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഐയൂറോ ഇന്ത്യൻ സൂപ്പർ ലീഗിൽ ആദ്യം മുതൽ കളിക്കാൻ തുടങ്ങുന്ന കേരള ബ്ലാസ്റ്റേഴ്സ്. ഞാൻ അതിൻ്റെ പറ്റി ബ്ലാന്ന് പറയുന്നില്ല, കാരണം കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ വളരെ വളരെ ഡൗണിൽ. എന്നാൽ മുഹമ്മദൻ എഫ് സിയുടെ എതിരെ വിജയിച്ചപ്പോൾ ടാബിളിൽ ഏറ്റവും അവസാനമാണ് മുഹമ്മദൻ എഫ് സി. അപ്പോൾ ഈ വിജയം ഒരിക്കലും പ്രതീക്ഷ നൽകുന്നതല്ല. പക്ഷേ ഇനി വരാൻ പോകുന്ന ജംഷഡ്പൂരിൻ്റെ എതിരുള്ള വിജയം അത് വളരെ വളരെ പ്രതീക്ഷ നൽകും. പക്ഷെ വിജയിച്ചേ പറ്റും. കേരള ബ്ലാസ്റ്റേഴ്സ് എപ്പോഴും അൺഎക്സ്പെക്റ്റഡായി വിജയിക്കും എന്നേ നമ്മളെപ്പോഴും കാണുന്ന. അപ്പോൾ അൺഎക്സ്പെക്റ്റഡായി ജംഷഡ്പൂരിൻ്റെ എതിരെ വിജയിക്കും, നമുക്ക് വിശ്വസിക്കാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ അതൊന്നുമല്ല. ഇന്നത്തെ വീഡിയോ കേരള ബ്ലാസ്റ്റേഴ്സിന് വിജയിക്കണം, വിജയിച്ചേ പറ്റും. വിജയിക്കണമെങ്കിൽ എത്ര മാർക്ക് വേണം, ഓൾക്ക് ക്വാളിഫൈ എത്തണമെങ്കിൽ എത്ര മാർക്ക് വേണം. ഓൽക്കിപ്പോൾ ഒരു 12 മത്സരങ്ങളുണ്ട്. ആ 12 മത്സരങ്ങളിൽ ടോട്ടലായി ഓൾക്ക് കിട്ടും 36 പോയിൻ്റാണ്. ഇപ്പോൾ ഓൽക്കിപ്പോൾ 14 പോയിൻ്റാണ്. ഇനി 36 + 14 ഇടുമ്പോൾ 50 പോയിൻ്റ് കിട്ടും. അതൊരു നല്ലൊരു കാര്യമാണ്. അപ്പോൾ എല്ലാ കളി വിജയിച്ചാൽ 50 പോയിൻ്റ് ആവും കേരള ബ്ലാസ്റ്റേഴ്സ്. ഇനി അഥവാ 10 കളി വിജയിച്ചാൽ 30 പോയിൻ്റ് ആവും. അഥവാ ഈ ജംഷഡ്പൂരിൻ്റെ എതിരെ എഫ് സിൻ്റെ എതിരെ തോറ്റാലും കേരള ബ്ലാസ്റ്റേഴ്സിന് ചാൻസ് ഉണ്ട്. പക്ഷേ ന്യൂ ഇയറിൻ്റെ അവസാനം നമുക്ക് ഹാപ്പിയായി എൻഡിങ്ങുമാണ്. ഓക്കെ, നമ്മൾ 24-ൽ തുടക്കം നല്ല ഹാപ്പി ആയിരുന്നു, എല്ലാവരും ഓർത്തായിരുന്നു. നമ്മൾ ടാബിളിൽ ഫസ്റ്റ് ആയിയാണ് എൻഡ് ചെയ്തത്. അതേപോലെ ഒരു എൻഡിങ് നല്ല രസമുണ്ട്. എൻഡിങ് നമ്മളെ ആകെ മാറ്റും എന്നതാണ്. പിന്നെ കേരള ബ്ലാസ്റ്റേഴ്സിന് പിന്നെ ഇപ്പോൾ 14 പോയിൻ്റ് ആണെങ്കിൽ ഇനി 30 പോയിൻ്റ് കിട്ടാൻ 30 പോയിൻ്റ് പറഞ്ഞാൽ ഇപ്പോൾ ടാബിളിൽ ഫസ്റ്റ് എടുക്കുന്ന ആൾക്ക് 29 പോയിൻ്റാണ്. 30 പോയിൻ്റ് കിട്ടാൻ വെറും 3 കളി വിജയിച്ചു. ഓക്കെ, 9 പോയിൻ്റ് കിട്ടും 3 കളി വിജയിച്ചു. പക്ഷേ 14 പോയിൻ്റ് പ്ലസ് 30 കിട്ടും. 3 കളി വിജയിച്ചാൽ പറ്റില്ല, ഒരു 5 കളിയെങ്കിലും വിജയിച്ചേ പറ്റും. അപ്പം 5 കളി 12 കളിയിൽ 5 കളി വിജയിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു ഈസി കാര്യം. അപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് എന്തായാലും ക്വാളിഫൈയിൽ എത്തുമെന്ന് നമുക്ക് ചെറുതായിട്ട് ഉറപ്പുണ്ട്. ഓക്കെ, 50% ഉറപ്പാണ്. ഇനി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചർച്ച ചെയ്യാം. നിങ്ങൾക്ക് എന്തെങ്കിലും കമൻറ്റ് ഉണ്ടെങ്കിൽ ഇട്ടോളി, ഐ ലൈക്ക് ദാറ്റ്. ഓക്കെ, നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ട്രൂത്തായി കേരള ബ്ലാസ്റ്റേഴ്സിനെ പറ്റി പറയണമെങ്കിൽ, കേരള ബ്ലാസ്റ്റേഴ്സിന് റൂമേഴ്സ് കുറേ വരുന്നുണ്ട്, അതിൽ ഏതൊക്കെ സത്യമാണ് അതൊക്കെ ഞാൻ കറക്റ്റായി നിങ്ങളോട് പറഞ്ഞു തരാം. ഓക്കെ, ലെറ്റ്സ് എൻഡ്.